ഇനി എനിക്കിത് ആരും കാശ് തന്നിട്ട് ഞാൻ ചെയ്യുന്നതല്ല. ഈ പറയുന്ന ആൾക്കാരെ വെളുപ്പിച്ചിട്ട് എനിക്ക് ഒരു മണ്ണാങ്കട്ടം കിട്ടാനില്ല. ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുവരുന്ന വാർത്തയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അതിന്റെ ബേസിൽ മലയാള ചലച്ചിത്ര മേഖല മുഴുവൻ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ചലച്ചിത്ര നടന്മാർ മുഴുവൻ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരവസ്ഥ. അടുത്തത് എൻ്റെ പേരാണോ, അടുത്തത് ആരുടെ പേരാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഓരോ ദിവസവും തള്ളി നീക്കേണ്ടി വരുന്ന മലയാള സിനിമാ താരങ്ങളുടെ സാഹചര്യം അത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ നമ്മളും ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് പല നടന്മാരുടെയും പേരുകൾ എടുത്തു പറഞ്ഞ ചില വ്യക്തികളുടെ മൊഴികളിലെ അല്ലെങ്കിൽ അവരുടെ പത്രസമ്മേളനങ്ങളിലെ പൊരുത്തക്കേടുകൾ, എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ, അതിന്റെ സംശയങ്ങൾ, എൻ്റെ വ്യക്തിപരമായ ചില സംശയങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിനു മുനീർ അതുപോലെ സോണിയ മൽഹാർ, ഈ 2 വ്യക്തികളും പല വാർത്താ ചാനലുകളിൽ ഇരുന്നിട്ട്, അല്ലെങ്കിൽ വാർത്താ ചാനലുകാർ അവരുടെ വീടുകളിൽ പോയിട്ട് ബൈറ്റുകൾ എടുക്കുമ്പോഴോ അതല്ലെങ്കിൽ ഇന്റർവ്യൂസ് കൊടുക്കുമ്പോഴോ ഒക്കെ അവർ സംസാരിക്കുന്ന ചില കാര്യങ്ങൾ, അതിലെ പൊരുത്തക്കേടുകൾ, അവർ പറയുന്നത് സത്യമല്ല എന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല. പക്ഷേ അതിലെ 1-2 പോയിന്റുകൾ എനിക്ക് തോന്നിയ സംശയങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി പങ്കുവെക്കുന്നത്. നിങ്ങളും ആലോചിച്ച് നോക്കുക, ഈ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, കഴമ്പുണ്ടോ, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ആരെങ്കിലും പറയിപ്പിക്കുന്നതാണോ തുടങ്ങിയ കാര്യങ്ങളാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. ജയസൂര്യക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ച ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് സോണിയ മൽഹാർ ആണ്. നടന്റെ പേര് പറയാതെ പക്ഷേ അദ്ദേഹമാണ് എന്ന് ചൂണ്ടുന്ന ചില ഹിന്റുകൾ കൊടുത്തുകൊണ്ട് എല്ലാ മാധ്യമങ്ങളിലും കയറിയിരുന്ന് അഘോരാത്രം സംസാരിച്ച വ്യക്തിയാണ് സോണിയ മൽഹാർ. പക്ഷേ അവരുടെ ആ ഒരു സംസാരത്തിലെ പൊരുത്തക്കേടുകൾ നമുക്ക് ആദ്യം ഒന്ന് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സൂപ്പർ താരങ്ങളിൽ കുറച്ച് ഏജല്ല, യുവ നടന്മാരിൽ പെടുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് തൊടുപുഴ പോയി ചെറിയൊരു വേഷം ചെയ്യാനാണ്. ഒരു ഓഫീസ് സ്റ്റാഫായിട്ടാണ് ആ സിനിമയിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ജൂനിയർ ആർട്ടിസ്റ്റാണ്, ശമ്പളം കുറവാണെങ്കിലും സിനിമയോടുള്ള അടങ്ങാത്ത പാഷൻ. അപ്പോൾ ഹസ്ബൻഡ് ട്രെയിൻ കയറ്റി വിട്ട് നമ്മൾ വളരെ സന്തോഷമായിട്ട് പോവുകയാണ്. അവിടെ ചെന്ന് കോസ്റ്റ്യൂം തന്നു, ഞങ്ങൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു. എന്നിട്ട് അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഫാം പോലത്തെ സ്ഥലത്താണ് ഷൂട്ട് കിടക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഒരു പഴയ ബിൽഡിങ്ങാണ്. അപ്പോൾ പോയ സമയത്ത് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്ന മുറിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ശരിക്കും ഇങ്ങനെ ഹോൾഡ് ചെയ്തു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചു. ഞാൻ വെച്ച് അവിടെ കുറേ കുട്ടികളെ പരിചയപ്പെട്ടിരുന്നു, പെൺകുട്ടികളാരെങ്കിലും. അപ്പോൾ കരങ്ങൾ പെണ്ണിൻ്റെ അല്ല, നമ്മൾ പിടിക്കുമ്പോൾ അറിയാമല്ലോ. പെട്ടെന്ന് എട്ടി നോക്കുമ്പോൾ ഇത്രയും നല്ല ഹൈറ്റുള്ള ആളാണ്. അപ്പം ഞാൻ നോക്കുമ്പം ഈ ആക്ടറാണ്. അപ്പം എന്താണ് അങ്ങനെ, അതായത് വിത്തൗട്ട് പെർമിഷനാണ്, ഒരു ഹിൻറ്റും ഇല്ല. ഞാൻ ആദ്യമായിട്ട് ആ മനുഷ്യനെ കാണുന്നതാണ്. ആ ലൊക്കേഷനിൽ പോയി ആദ്യത്തെ ദിവസമാണ് ഞാൻ കോസ്റ്റ്യൂം ചെയ്ത് അഭിനയിക്കാൻ വേണ്ടി നിൽക്കുവാണ്. നമ്മൾ വളരെ ആങ്സൈറ്റിയിൽ നിൽക്കുകയാണ്. വളരെ ആദ്യമേ ഡയറക്ടർ പരിചയപ്പെടുത്തിയായിരുന്നു, ഇതാണ് ഇതിലെ ഹീറോ. വേറൊരു നടി ഉണ്ടായിരുന്നു, എനിക്ക് അവരെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെല്ലാം റിവീൽ ആവുന്നതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് അവരെയൊക്കെ കാണുന്നത്. അങ്ങനെ സർപ്രൈസോടെ നോക്കുക, നമ്മൾ ജസ്റ്റ് എൻട്രി ആണല്ലോ. അപ്പോൾ വളരെ ആരാധനയോടെ കണ്ടിരുന്ന ഒരാളാണ് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വിത്തൗട്ട് പെർമിഷനാണ് നമ്മളെ ഹോൾഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ സത്യത്തിൽ പേടിച്ചെന്ന് വെച്ചാൽ നല്ല ഷിവറിങ് ആയിപ്പോയി. നമുക്ക് അങ്ങനത്തെ ഒരു അതുവരെ ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് ഒരാളിങ്ങനെ വന്നിട്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ പേടിച്ചു. അതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ പെട്ടെന്ന് ബലമായിട്ട് പിടിക്കുമ്പം ഞാൻ തള്ളി മാറ്റി. ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു, ഞാൻ കരഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വിട് എനിക്ക് സിനിമയിൽ അഭിനയിക്കേണ്ട, ഇതെന്താ നിങ്ങളിങ്ങനെ വിത്തൗട്ട് പെർമിഷൻ ഇതെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചപ്പം അത് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു പോയതാണ്. എനിക്ക് സോണിയനെ ഭയങ്കര ഇഷ്ടമാണ്. സോണിയ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അന്ന് സോഷ്യൽ വർക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അവിടെ വെച്ചൊരു പ്രപ്പോസ് ചെയ്യുന്ന പോലെ ഒരു നിമിഷം കൊണ്ട് ഒരാൾക്ക് അങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. കാരണം ഇതിപ്പം ചാനലിലൊക്കെ വരുവാണെങ്കിൽ കമൻറ്റിൽ അടിയിൽ ആ നായകൻ ഇത്രയും ദാരിദ്ര്യം എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ഇടായിരിക്കും. അത് കളിയാക്കി കമൻറ്റ് ഇടാനേ പറ്റുള്ളൂ. പക്ഷേ നമ്മളെപ്പോലെ ഒരാൾക്ക് ഇപ്പോൾ വന്നിട്ട് ഇതിങ്ങനെ വെറുതെ ഒരു ആരോപണം ഉന്നയിച്ച് ഷൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. മീഡിയ അറ്റൻഷൻ അത്യാവശ്യം കിട്ടിയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു അറ്റൻഷന് വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ നാളെ ഇപ്പോൾ പല കാര്യങ്ങളും പറയാം, എനിക്ക് അങ്ങനെ ഒരു അറ്റൻഷൻ്റെ ആവശ്യമില്ല. പിന്നെ ഇപ്പോഴെന്ന് പറയുന്നത് നമ്മൾ ഈ തുറന്ന് പറഞ്ഞത് ഇനി ആളുകൾക്കൊരു ഭയം ഉണ്ടാവണം. പെൺകുട്ടികൾ അങ്ങനെ ഈസി ആയിട്ട് ഇതിനെല്ലാം കിട്ടും എന്നുള്ളൊരു ധാരണ മാറ്റണം. അന്ന് അങ്ങനെ കയറി പിടിച്ച സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നു എന്ന് പറഞ്ഞു. പിന്നെ അന്ന് ഉച്ചയ്ക്ക് തന്നെ ആ സമയത്ത് എന്നെ വിട്ടിട്ട് അങ്ങ് ഇതാക്കി. പിന്നെ ഉച്ചയ്ക്ക് നമ്പർ അവിടെ നിന്ന് പ്രൊഡക്ഷനിൽ നിന്ന് അങ്ങോട്ടാണ് സെറ്റ് ചെയ്തത്. എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, ഞാൻ കൊടുത്തില്ല. എനിക്ക് പേടി, ഇത്രയും വലിയ നടനായിട്ടും എന്തിങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു ഭയപ്പാട് എൻ്റെ മനസ്സിൽ അത്ര ധൈര്യമില്ല, ഇപ്പോൾ കാണുന്ന ധൈര്യം ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ പേടിച്ചു. അപ്പോൾ ആ സമയത്ത് ഹസ്ബൻഡിനോട് പറഞ്ഞില്ല. വീട്ടിൽ വന്നപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇത്രയും വലിയ നടനാണ്, ഇങ്ങനെ കയറി പിടിച്ചു. അപ്പോൾ അങ്ങനെ ഇതാക്കി, വേറൊന്നും ചെയ്തില്ല, ചെയ്യാൻ ഞാൻ സമ്മതിച്ചില്ല, ഇങ്ങനെ പിടിച്ച് തള്ളി വിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ മനോട്ടം പറഞ്ഞു, വിഷമിക്കേണ്ട, അങ്ങനെയാണെങ്കിൽ മോക്ക് ഇഷ്ടമില്ലെങ്കിൽ അഭിനയിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു. അത് നമ്മൾ കുറേ ദിവസം ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ്. പിന്നീട് എന്നോട് സോറി പറഞ്ഞു. അന്ന് രാത്രിയോ ഞാൻ ലൊക്കേഷനിൽ നിന്ന് ഒരു 4 ദിവസം എന്തോ ഷൂട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ് തൊടുപുഴയിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്ന സമയത്ത് എനിക്ക് മെസ്സേജ് ഇട്ടു, ഐ വെരി സോറി, ആ സമയത്ത് അങ്ങനെ നിങ്ങളോടുള്ള ഒരു ഇതിൽ തോന്നിയതാണ് എന്ന് പറഞ്ഞു. പിന്നെ മാപ്പ് പറഞ്ഞു. ഞങ്ങൾ ഇപ്പോൾ സുഹൃത്തുക്കൾ, മീൻസ് അത്യാവശ്യ കാര്യങ്ങൾക്ക്
സോഷ്യൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എനിക്ക് ആ വ്യക്തിയോട് പേഴ്സണലി ഇപ്പോൾ ഒരു ഗ്രഡ്ജോ കാര്യങ്ങളോ ആ സമയത്ത് ഭയന്നു, അത് മാപ്പ് പറഞ്ഞുകൊണ്ട് നമ്മളൊരു എക്സ്ക്യൂസിൽ വിട്ടു. പക്ഷേ എന്നെപ്പോലൊരാൾക്ക് ഈ സംഭവങ്ങൾ ഓരോ പെൺകുട്ടികൾ വന്ന് പീഡിപ്പിച്ചത് എണ്ണി പറയുമ്പോൾ നമുക്കുണ്ടായ അനുഭവങ്ങൾ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് അത് വീണ്ടും ഓർത്തെടുക്കുകയാണ്. അതിപ്പോൾ ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് പേര് പുറത്ത് പറയുന്നില്ല എന്നുള്ളത്. അപ്പോൾ 2013 നടന്ന ഒരു സംഭവത്തിൽ അദ്ദേഹം എന്നോട് മാപ്പ് പറയുകയും പിന്നീട് ഈ വർഷം വരെയും ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ഒരു വാക്കുകൊണ്ട് പോലും ഒരു നല്ല സുഹൃത്തെന്നതിലപ്പുറം ഒരു മെസ്സേജ് പോലും കൊണ്ട് നമ്മളെ വേദനിപ്പിക്കുക ചെയ്തിട്ടില്ല. അപ്പോൾ അവരുടെ ഫാമിലി കുഞ്ഞുങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് പിന്നെ എനിക്ക് എന്റേതായ വ്യക്തിപരമായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു സോഷ്യൽ വർക്കറാണ്. എന്നെ എല്ലാ വലിയ സിനിമാക്കാരും ചവിട്ടി പുറത്താക്കിയപ്പോൾ എന്നെ വെച്ചിട്ട് സിനിമ ചെയ്യുന്ന കുറച്ച് സാധാരണക്കാരായ ആളുകളുണ്ട്. ആ പടങ്ങളൊക്കെ അഭിനയിച്ച് ഇങ്ങനെ പാവങ്ങളെ സഹായിച്ച് ഡൽഹിയിൽ ഒരു ട്രസ്റ്റ് ഉണ്ട്, ആ ട്രസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഒതുങ്ങി പോകുന്ന ഒരാളാണ്. ഇവിടെ നമ്മുടെ സോണിയ മൽഹാർ പറയുന്നത് അദ്ദേഹം ഇപ്പൊ എന്റെ നല്ല ഫ്രണ്ടാണ്. 2013 സംഭവിച്ച ഒരു ഇഷ്യൂ ആണ്. ബാത്റൂമിൽ പോയിട്ട് വന്നപ്പോൾ എന്നെ പുറകിൽ നിന്ന് ഹഗ് ചെയ്തു. എന്നിട്ട് നിങ്ങൾ എനിക്ക് നേരത്തെ മുതൽ ഇഷ്ടമാണ്, ഞാൻ പൊന്നും പോലെ നോക്കിക്കോളാം എന്നാണ് പറയുന്നത്. സിനിമയുടെ പേരും ലൊക്കേഷനും ഒക്കെ ഇവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇനി ഇതേ വ്യക്തി ഇവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്, അവരുടെയൊക്കെ ഭാവി തകരാറിലാവും, അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തതെന്ന് പറയുന്നുണ്ട്. ഇതേ വ്യക്തി മറ്റൊരാൾക്കെതിരെ പേരെടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പൊ സുഹൃത്തായാൽ പേര് പറയണ്ട, അല്ലെങ്കിൽ പേര് പറയാം. ഈ രണ്ടാമത് പറഞ്ഞ വ്യക്തി എന്താണ് ഇവരെ ചെയ്തത് അതുകൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ജയൻ ചേട്ടൻ ഇത് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ജയൻ ചേർത്തല, അദ്ദേഹത്തിന് എന്നെ ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല, കാരണം ഞാനൊരു ചെറിയ ആർട്ടിസ്റ്റാണ്. നമ്മൾ തമ്മിൽ കാണുമ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇല്ല, ജയൻ 10 മിനിറ്റാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. അങ്ങേക്ക് പറയാം. ഓക്കെ. അപ്പം ഇപ്പം സംസാരിച്ചു പോയ ആള് ജയൻ ചേർത്തല, അദ്ദേഹവും ഞാനും കൂടി 2014 റിലീസായ മരംകൊത്തി എന്ന സിനിമയിൽ ഞാൻ രാവിലെ ഏതോ ഒരു ചാനലിൽ പറഞ്ഞിരുന്നു, ഒരു റേപ്പ് സീൻ അഭിനയിക്കുമ്പോൾ ഉണ്ടായ എൻ്റെ ഒരു പ്രശ്നത്തെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു. അതിലെ വില്ലൻ വേറെ ആരുമല്ല, ഇപ്പം നമ്മളോട് സംസാരിക്കുന്ന ജയൻ ചേർത്തലയാണ് ആ കഥാപാത്രം. അതെന്താ സോണിയ മൽഹാർ ചേച്ചി, ജയൻ ചേർത്തലയ്ക്ക് കുടുംബമില്ലേ, കുട്ടികളില്ലേ, സൊസൈറ്റിയിൽ ആ മനുഷ്യൻ ഇറങ്ങി നടക്കണ്ടേ? നിങ്ങൾ കയറി പിടിച്ചു എന്ന് പറയുന്ന ആ മനുഷ്യന്റെ പേര് പറയാൻ നിങ്ങൾ മടിക്കുന്നു, എന്തുകൊണ്ട്? രണ്ടാമത്തെ ചോദ്യം, അതേ നിങ്ങൾ ഇവിടെ മറ്റൊരു നടന്റെ പേരെടുത്ത് സംസാരിക്കുന്നു. ഇനി അയാൾ ചെയ്ത കുറ്റം എന്താണ്? കാണാം നമുക്ക്. ആളുകളാണ് നമ്മളോട് വന്ന് സംസാരിക്കാനും നമ്മളുടെ അതിഥിയായിട്ട് വന്ന് നമ്മളടുത്ത് നല്ല കാര്യങ്ങൾ പറയുന്നത്. അത് അദ്ദേഹം കയറി പിടിച്ചിട്ടൊന്നുമില്ല, പക്ഷേ വേർബലി പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു അസ്ഥാനത്തുള്ളൊരു തമാശയാണ്. ഞാനന്ന് കുറച്ചുകൂടി ചെറുപ്പമാണ്, ഞാൻ പേടിച്ച് സിനിമയിലോട്ട് വരുന്നൊരു സമയമാണ്. ആ സമയത്ത് നമ്മൾ ഒരു റേപ്പ് സീനിൽ അഭിനയിക്കുന്ന ഒരാളാണ്. വേറെ ഒന്നും റേപ്പൊന്നുമില്ല, ചുമ്മാ സൗണ്ട് ഉണ്ടാക്കുക, ഒരു പാറപ്പുറമാണ്, പാറയുടെ ബാക്കിൽ ഞങ്ങൾ വെറുതെ ഇരിക്കുക. പക്ഷേ ക്യാമറ അവിടെ ഇരുന്നിട്ട് ചുമ്മാ കൈയും കാലമൊക്കെ നമ്മളിങ്ങനെ ഉയർത്തിയാൽ മതി എന്ന് പറയുക, നമ്മളത് അഭിനയിക്കുകയാണ്. അപ്പോൾ അടുത്ത് വന്നിരിക്കുന്ന ഇദ്ദേഹമാണ്, ജയൻ ചേർത്തലയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ആ ആളെ കാണുന്നത്. അപ്പോൾ ഞാനൊരു ബ്ലൗസും ലുങ്കിയാണ്, ഒരു കാട്ടിനകത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ്. മരംകൊത്തി എന്ന സിനിമയിൽ സെക്കൻഡ് ഹീറോയിനായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പൂജിത മേനോനാണ് ആ സിനിമയുടെ നായിക. അപ്പോൾ അന്തരിച്ച ബേബി സാറാണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സിനിമയിൽ ഇടുക്കിക്കകത്ത് ഒരു വനത്തിനുള്ളിലാണ്, അസാധ്യമായിട്ടുള്ള ലൊക്കേഷനിൽ, അടിപൊളിയായിട്ടുള്ള ലൊക്കേഷനിൽ നമ്മൾ അഭിനയിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനൊക്കെ ഈ വേഷത്തിലാണെങ്കിൽ കൂടി നമുക്ക് ആ വേഷം അതാണ്. അവിടെ ചെന്നിട്ട് ജീൻസും ടോപ്പ് ഇടാൻ പറ്റില്ല, വനത്തിനകത്ത് താമസിക്കുന്ന സ്ത്രീയാണ്. അപ്പോൾ നമ്മളൊരു ബ്ലൗസും ലുങ്കിയൊക്കെ കൊടുത്ത് അങ്ങനെ ഇരുന്ന് അഭിനയിക്കാൻ നിൽക്കുമ്പോൾ ഈ ജയൻ ചേർത്തല, ഇതേ ജയൻ ചേർത്തലയാണ് എന്നോട് പറഞ്ഞത്. ചേട്ടന് ഓർമ്മ കാണുമെന്ന് എനിക്കറിയില്ല. ചേട്ടനാണ് പറഞ്ഞത്, ഇത് റേപ്പ് സീനാണ് നമ്മൾ അഭിനയിക്കുന്നത്, ഇത് യഥാർത്ഥത്തിൽ നിന്നെ കണ്ട ഇപ്പോൾ റേപ്പ് ചെയ്യാൻ തോന്നുന്നു പറഞ്ഞു. ഞാൻ നിന്ന നിപ്പിൽ പറകോട്ടൊന്ന് മാറി, ചേട്ടൻ ഓർക്കണുണ്ടോ? എൻ്റെ കാലൊന്ന് വലിയ പാറക്കല്ലാണ്, അവിടെ പാറയിൽ സൈഡിൽ തട്ടി. ഞാൻ പെട്ടെന്ന് കേട്ടപ്പം തമാശയാണെന്ന് പെട്ടെന്ന് മനസ്സിൽ തോന്നിയില്ല, ഞാൻ ചെറുതായിട്ടൊന്ന് ചാടി. ചേട്ടന് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല, എൻ്റെ കാലിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊന്ന് സ്കിൻ മാറുകയും പൊട്ടുകയും ചെയ്തു. അപ്പോഴേ എൻ്റെ നെഞ്ചെടുപ്പ് ചെറുതായിട്ടൊന്ന് കൂടി, കാരണം എല്ലാവരും ക്രൂ കംപ്ലീറ്റ് വനമാണ് അവിടെ, ഫുൾ വനം, പിന്നെ മറ്റേ മുളക്കാടുകളൊക്കെയാണ്, അവിടെയാണ് നമ്മൾ ഷൂട്ട് കിടക്കുന്നത്. അപ്പോൾ എല്ലാ ക്യാമറ ക്രൂസ് ബാക്കിലാണ്, ഞാൻ ഇയാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചേട്ടൻ ഒന്നും ചെയ്തില്ല, എൻ്റെ ബോഡിയിൽ പോലും ഒരു ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ പറഞ്ഞ ഒരു തമാശയാണ് അത്. എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ ഇനി ഈ കാട്ടിൽ ഇയാൾ കയറി പിടിക്കുമോ എന്ന് എനിക്ക് പേടി ഉള്ളിൽ തോന്നി എന്നുള്ളത് സത്യമാണ്. അത് ഇപ്പോഴാണ് ഞാൻ പറയുന്നത്, ബിക്കോസ് എനിക്ക് ആ ഒരു വാക്ക് ഇപ്പോഴും എപ്പോഴും ഓർക്കും. ആ സിനിമ കാണുമ്പോഴും എപ്പോഴും ഞാനത് ഓർക്കും. കാരണം അത് തമാശയ്ക്കായിരിക്കാം. ഞാൻ പറഞ്ഞു അയ്യോ ചേട്ടാ എന്ന് പറഞ്ഞു ഇല്ലില്ല ഞാനൊരു തമാശ പറഞ്ഞാണ്, വെറുതെ ഇനി അവിടെ നിന്ന് വെച്ചിട്ട് ഇത് ചേട്ടാ ഓർക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട്? അതായത് പുറകിൽ നിന്ന് കയറി പിടിച്ച ആളുടെ പേര് പറയാൻ അയാൾക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അയാളിപ്പോൾ എൻ്റെ നല്ല സുഹൃത്താണ്. ഇവിടെ തമാശ രൂപേണ ജയൻ ചേർത്തല എന്ന് പറയുന്ന ആക്ടർ പറഞ്ഞ ഒരു കാര്യം, അത് തമാശയാണോ ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തമാശയാണോ ചോദിച്ചാൽ ചില കാര്യങ്ങൾ തമാശയായിട്ട് എടുക്കേണ്ടവർക്ക് തമാശയായിട്ട് എടുക്കാം, ചിലർക്ക് അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇയാൾ കയറി അങ്ങ് പിടിച്ചാലോ? ഇനി ഇവിടെ ഈ പറയുന്ന ജയൻ ചേർത്തലയുടെ പേരെടുത്ത് സംസാരിക്കാനും മറ്റെടുത്ത് പേര് ഹൈഡ് ചെയ്യാനും, അപ്പോൾ അതിലെ ഇരട്ടത്താപ്പ് എന്താണ്? അതെനിക്ക് മനസ്സിലായില്ല. എൻ്റെ ഒരു ചോദ്യം അതാണ്, എന്തുകൊണ്ട് ഈ ഒരു നിലപാടെടുത്തു?
അതിൽ കയറി പിടിച്ചയാളുടെ പേര് പറയുന്നില്ല, വെർബലി പറഞ്ഞ ആളുടെ പേര് പറയുന്നു. ഇനി കഴിഞ്ഞിട്ടില്ല, ഇവർക്കുള്ള അടുത്ത ഒരു ഇൻട്രാസ് ഞാൻ ഇടുന്നുണ്ട്. അവിടെ ഇപ്പോൾ ആരോപണമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് 2013 തൊടുപുഴയിൽ നടന്ന ഒരു ഷൂട്ടിങ്ങിനിടയിൽ സൂപ്പർ സ്റ്റാറായ അതൊരു യുവതാരമാണ്, അദ്ദേഹം മോശമായി പെരുമാറി എന്നുള്ളതാണ്. എന്തായിരുന്നു ആ സംഭവം? അതിനോടൊപ്പം തന്നെ ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു വാക്ക് അതൊരു പുകമറ സൃഷ്ടിക്കുക കൂടെയല്ലേ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി എടുത്തു കാണിക്കാതെ, ഒരാളുടെ പർട്ടിക്കുലർ വ്യക്തി എടുത്തു പറയാതെ പറയുമ്പോൾ? അല്ല, അദ്ദേഹം അന്ന് സൂപ്പർ താരം തന്നെയാണ്, യങ്സ്റ്റേഴ്സിലൊരു സൂപ്പർ താരം തന്നെയാണ്. അദ്ദേഹം ആ രീതിയിൽ നമ്മളുടെ വിത്തൗട്ട് കൺസെൻറ്റ് കയറി ഹഗ് ചെയ്യാൻ ശ്രമിക്കുകയും അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് പിടിച്ച് മാറ്റുകയും, അപ്പോൾ കരഞ്ഞപ്പോൾ ഓക്കെ ഇനി പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ആ സാധനം അവിടെ കട്ട് ചെയ്തു. ഞാൻ എൻ്റെ വീട്ടിൽ വന്ന ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നു. പിന്നീട് അത്തരം ഒരു പ്രകടനങ്ങളും അവരുടെ ഭാഗത്തുനിന്നും ഒന്നും എനിക്ക് വന്നിട്ടില്ലായിരുന്നു. ഫിസിക്കൽ ഒരു അപ്രോച്ച് ആരുടെ ഭാഗത്തുനിന്നും വരാതിരിക്കാൻ വേണ്ടിയുള്ള തടയിടൽ കൂടെ എനിക്ക് അതിന് ശേഷം എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്ന പടങ്ങളിൽ നിന്ന് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവായി പോവുകയാണ് ചെയ്യുന്നത്. ഈ പർട്ടിക്കുലർ സൂപ്പർ താരത്തിനോട് അതിനുശേഷം സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സോഷ്യൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്ക് അയാൾ ഒത്തിരി ആളുകളെ സഹായിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അയാൾ അങ്ങനെ ഒരു വുമണൈസറാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. വേറൊരു അലിഗേഷനോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഒരുപാട് ആളുകൾ കോർണർ ചെയ്ത് ഓരോ ആർട്ടിസ്റ്റിനെ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളൊന്നും അല്ല. അത് തന്നെ വളരെ കോൺട്രഡിക്ഷൻ അല്ലേ? നമ്മൾ ഒരു ആർട്ടിസ്റ്റിന്റെ പേര് ആർട്ടിസ്റ്റ് എന്ന് പറയുകയും സൂപ്പർ താരം എന്ന് പറയുക കുറെ ഹിന്റ് ഇട്ട് കൊടുക്കുകയും എന്നാൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾ പറയുന്ന ആർട്ടിസ്റ്റ് അല്ല എന്ന് പറയുകയും ചെയ്യുന്നത് ജനങ്ങളെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയും മറ്റു ഒരുപാട് വ്യക്തികളെ ഒരുപോലെ പ്രതിക്കൂട്ടിലാക്കുകയും അല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് പറയേണ്ട ഉത്തരവാദിത്വം കൂടെ സോണിയ മൽഹാർ എന്ന വ്യക്തിക്കില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം വന്നു. ഇപ്പോൾ ഒരുപാട് ആളുകളെ പ്രേക്ഷകർ പല രീതിയിൽ അതിനെ ഓരോ പേരുകൾ കണ്ടെത്തുന്നു. അത് ജയസൂര്യയാണ് പല പ്രേക്ഷകരും കണ്ടെത്തിയ ഒരു പേര്, കേട്ടിട്ടുണ്ടാകാം. 2013 പിക്മാൻ എന്ന് പറയുന്ന ഒരു സിനിമ തൊടുപുഴയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. 2013 താങ്കൾ പറഞ്ഞിരിക്കുന്ന പല ഹിന്റുകളും ജയസൂര്യക്ക് അനുകൂലമായ ചില ഹിന്റുകളാണ്. ജയസൂര്യ എന്ന് പറയുന്ന ഒരു പേരിന് അനുകൂലമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു പേര് മുന്നിൽ നിർത്തിക്കൊണ്ട് പലരും ചോദിക്കുകയാണ് ഇതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജയസൂര്യ അല്ല എന്നൊരു വാക്ക് പറയാൻ കഴിയുമോ? ജയസൂര്യ അല്ല എന്ന് ഞാനിപ്പോൾ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ്. കാരണം എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ആരുടെയെങ്കിലും ഇപ്പം എന്നോട് തെറ്റ് ചെയ്തവനോട് ഞാൻ ക്ഷമിച്ചു, എന്നോട് മാപ്പ് പറഞ്ഞു, ആ ഒരു വിഷയം അവിടെ ക്ലിയർ ചെയ്തു. ഇപ്പോൾ അവരുടെ പേര് വലിച്ചഴച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അവരുടെ ഫാമിലിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. ജയസൂര്യ അല്ല എന്ന് പറയുന്നത് അല്ല, അങ്ങനെയൊന്നല്ല. എനിക്ക് ഇതിനകത്തോട്ടൊരു പ്രത്യേകിച്ച് ഒരു പേര് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പോകാൻ പറ്റത്തില്ല. കാരണം എനിക്കത് ഒരു പേര് പറഞ്ഞൊരു വ്യക്തിയെ ഇപ്പം നിർത്തേണ്ട ആവശ്യമില്ല. ഇനി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അതായത് സിനിമ പിക്മാൻ വർഷം 2013, ലൊക്കേഷൻ തൊടുപുഴ. ഇവരൊരു ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്ത സിനിമ. അത് ആ സിനിമയാണെന്നുള്ളത് എല്ലാ മലയാളികൾക്കും അറിയാം. ഇവരിത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ വന്നിട്ട് പറയുന്നു ജയസൂര്യ അല്ല. ജയസൂര്യ അല്ല എന്ന് പറയുമ്പോൾ മറ്റേ ആരാണ്? ആ പറയാനുള്ള മാന്യത കൂടി സോണിയ മൽഹാർ കാണിക്കണം. കാണിച്ചിട്ടില്ല ഇതുവരെ. ബാക്കി കാണാം. കാരണം എനിക്കത് ഒരു പേര് പറഞ്ഞൊരു വ്യക്തിയെ ഇപ്പം നിർത്തേണ്ട ആവശ്യമില്ല. ഇനി ഒരു അന്വേഷണ സംഘത്തോടോ ആ രീതിയിൽ എനിക്ക് കേസില്ലല്ലോ. അന്വേഷണ സംഘത്തിന് അത് വേണ്ടി വന്നാൽ അവർക്കിപ്പോൾ നമ്മളിങ്ങനെ ആരോപണമാണ്, അത് തെളിയിക്കണം, അങ്ങനെയൊക്കെ ഒരു ലീഗൽ ഇത് വന്നാൽ പേര് പറയാനും പറയാതിരിക്കാനുള്ള അവകാശം നമുക്കും ഉണ്ട്. എനിക്ക് കേസില്ലല്ലോ, ഞാൻ കംപ്ലൈന്റ് കൊടുക്കുന്നില്ലല്ലോ, പിന്നെ ഞാൻ ഇതിന് പേര് പറയണം. ഇതാണ് ഇവരുടെ നിലപാട്. ഇനി ഇവർ പറഞ്ഞൊരു കഥയുണ്ട്. അതായത് ഇവർ ബാത്റൂമിൽ പോയിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ആ നടൻ, ആ യുവതാരം, ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ, അദ്ദേഹം പുറകിൽ നിന്ന് ഹോൾഡ് ചെയ്തത് അല്ലെങ്കിൽ ഹഗ് ചെയ്തത്. ഇതാണ് ഇവർ പറയുന്നത്. ഈ സംഭവം മറ്റൊരാളും പറയുന്നുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. അദ്ദേഹമാണ് ആദ്യമേ നടത്തിയത്. ആദ്യത്തെ വില്ലൻ പുള്ളിക്കാരനാണ്. ഇതേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പം എന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോൾ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചു പുള്ളിക്കാരൻ. അതൊരിക്കലും അത് ശരിയായില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് പിടിവിട്ടിട്ട് ഓടിപ്പോരും താഴെ വന്നു. അപ്പം നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ ചേട്ടനും എല്ലാ ആർട്ടിസ്റ്റും ആ ഗ്രൗണ്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം എനിക്ക് ജഗദീഷ് ചേട്ടൻ ഇതേ കഥ തന്നെയല്ലേ സോണിയ മൽഹാറും പറഞ്ഞത്? ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പുറകെ നിന്ന് കെട്ടിപ്പിടിച്ചു. ലൊക്കേഷൻ മാറിയിട്ടുണ്ട്. മിനു കുര്യന്റെ ഈ ഒരു ബൈറ്റിൽ ലിപ്പിൽ ചുംബിച്ചു എന്നൂടി പറയുന്നുണ്ട്. സോണിയ മൽഹാറെ കെട്ടിപ്പിടിക്കാൻ മാത്രമേ ചെയ്തുള്ളൂ, എന്നിട്ട് സോറി പറഞ്ഞു. ഇവിടെ ലിപ്പിൽ ചുംബിക്കുക ചെയ്തു, അതുകൂടി ചെയ്തിട്ടുണ്ട്. ഒരു പടി കൂടി മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും കുക്ക്ഡ് അപ്പ് സ്റ്റോറി ആണോ? രണ്ടുപേരും ഒരേ കാര്യം? അതോ ഈ സീരിയൽ കില്ലർ എന്ന് പറഞ്ഞ പോലെ ഈ യുവതാരം ഇപ്പൊ ഇവര് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ജയസൂര്യ എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട്. മറ്റവർക്ക് പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. പക്ഷെ ജയൻ ചേർത്തലയുടെ പേര് പറയാൻ അവിടെ ജയൻ ചേർത്തലയ്ക്ക് കുടുംബവും കുട്ടികളും ഇല്ല, അല്ലേ? ജയസൂര്യ എൻ്റെ സുഹൃത്താണ്. ആ യുവതാരം എൻ്റെ സുഹൃത്താണ്. അതുകൊണ്ട്
ഇപ്പം എൻ്റെ നല്ല സുഹൃത്താണ്, പേര് പറയാൻ ബുദ്ധിമുട്ടാണ്. ഇതാണ് ഇവരുടെ മൊഴികളിലെ പൊരുത്തക്കേടുകൾ ഞാൻ പറഞ്ഞത്. ഇനി മിനു കുര്യന് മറ്റൊരു കാര്യം കൂടെ നമ്മളോട് പറയാനുണ്ട്, ഒന്ന് കണ്ടു നോക്കാം. 2013 ഈ സംഭവത്തിനു ശേഷം പിന്നീട് ജയസൂര്യ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. വേറെ 2-3 സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് കണ്ടിരുന്നു. അന്നൊന്നും എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നെ പല സിനിമകളും പുള്ളിക്കാരനായിട്ട് അത് കട്ട് ചെയ്തു. പുള്ളിക്കാരൻ വേണ്ടാന്ന് പറഞ്ഞു പല സിനിമകളും. അതായത് മിനു വേണ്ട എന്ന് മിനുവിന്റെ അവസരം ജയസൂര്യ നഷ്ടപ്പെടുത്തി എന്നാണ്. അതെ അതെ അതെ. ഓക്കെ, 2013 അതും വർഷം ഒരേ വർഷമാണേ. സോണിയ മൽഹാറെ പുറകെ നിന്ന് കെട്ടിപ്പിടിച്ച വർഷവും ഒന്ന് തന്നെയാണ്, മിനു കുര്യനെയും പുറകെ നിന്ന് കെട്ടിപ്പിടിച്ച വർഷം ഒന്ന് തന്നെയാണ്. അതിനുശേഷം നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല. ഞാനൊരു ചെറിയൊരു ഫോട്ടോ കാണിച്ചു തരാം. ആ ഫോട്ടോയിലെ വർഷം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഈ ഫോട്ടോ മിനു മുനീർ എന്ന പ്രൊഫൈലിൽ നിന്ന് 1-ാം തീയതി ജൂൺ മാസം 2020 എടുത്ത ഫോട്ടോയാണ്. ഈ ഫോട്ടോ നോക്കിയേ, ഇത് ആരൊക്കെയായിരിക്കുന്നത്? 2013 ഈ ഒരു ഇൻസിഡന്റ് നടന്നതിന് ശേഷം തമ്മിൽ കണ്ടിട്ടും മൈൻഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അതേ ജയസൂര്യയും അതേ മിനു മുനീറും അല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഇതിനകത്തൊക്കെ ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? മീഡിയയുടെ മുന്നിൽ വന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങുമെന്നോ? ശരിക്കും ഇപ്പോൾ നടക്കുന്നത് ആർക്കെതിരെയും എന്ത് അലിഗേഷനും പറയാന്നുള്ളതാണ്. ഇതിനകത്ത് നിരപരാധികളായ കുറെ പേരും ബലിയാടാവുന്നുണ്ട്. ഞാൻ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം, അതിന് യാതൊരു സംശയവുമില്ല. എല്ലാവരും ശിക്ഷിക്കപ്പെടണം. സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് പണിയെടുക്കാൻ പറ്റണം. പക്ഷേ അതിനകത്ത് കുറേ ഫേക്ക് അലിഗേഷൻസും കൊണ്ടുവരുന്ന ടീമുകളുണ്ട്, പബ്ലിക് അറ്റൻഷന് വേണ്ടിയും. അതുപോലെ ഞങ്ങൾ നിലപാടുകൾ തുറന്നു പറഞ്ഞു, നാളെ ഇവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും, അവർ ചിലപ്പോൾ ഇവർക്ക് സിനിമകൾ കൊടുക്കുമായിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയും ഒക്കെ വരുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ ഇവരങ്ങനെ വന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇവർ പറഞ്ഞ കാര്യങ്ങളിൽ പൊരുത്തക്കേടുകളാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിച്ചത്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ആർക്കൊപ്പം നിൽക്കണം എന്നുള്ളത്. ഒരു ആൾക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ പിന്നെ അങ്ങോട്ട് അവനെ അടച്ചങ്ങ് ആക്ഷേപിക്കുകയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. പക്ഷേ ആ തെറ്റ് തെളിയുന്നത് വരെ അവൻ തെറ്റുകാരൻ എന്ന ആരോപണ വിധേയൻ മാത്രമാണ്, അതല്ലാണ്ട് അവൻ തെറ്റുകാരനാവുന്നില്ല. നാളെ എനിക്കെതിരെയും ഒരാൾക്ക് വന്നിട്ട് പണ്ട് അനീഷ് എന്നോട് ഇങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ആരോപണം ഉന്നയിക്കാം. അത് ഉന്നയിച്ച ഉടനെ ഈ വ്യക്തി മാറി നിൽക്കുകയാണ്. ക്രൂശിക്കപ്പെടുന്ന മുഴുവൻ ഞാനും എൻ്റെ കുടുംബമായിരിക്കും. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ ഈ വ്യക്തി വന്ന് പറയുവാണ്, അയ്യോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, ഇപ്പൊ സോണിയ മൽഹാർ വന്ന് സംസാരിച്ച പോലെ. അപ്പോൾ ഒരു പെണ്ണ് വന്ന് എന്തെങ്കിലും ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നു, ഇതൊന്നും തെറ്റാണ്, ഇവർ പറയുന്നതൊക്കെ ഫേക്ക് ആണ് എന്നൊന്നും എനിക്ക് അഭിപ്രായം ഇല്ല. ഇപ്പൊ രേവതി സമ്പത്ത് വന്ന് സംസാരിച്ചു, സിദ്ദിഖ് എന്ന് പറയുന്ന നടനെതിരെ സംസാരിച്ചു. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ജയസൂര്യ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതുപോലെ ഓരോ വ്യക്തികളും, മുകേഷ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതുപോലെ രഞ്ജിത്ത്, ബാബുരാജ്, ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ഈ ആരോപണ വിധേയരായ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം, യാതൊരു സംശയമില്ല. പക്ഷേ ഒന്ന് കേട്ട ഉടനെ മീഡിയ ശരിക്കും പറഞ്ഞാൽ ഇത് ആഘോഷമാക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്ന പോലെ മീഡിയയുടെ സൈഡും അതുപോലെ രാഷ്ട്രീയക്കാരുടെ സൈഡും ഒന്ന് ചെകഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര പേര് പെടുമെന്നും. ഇതിപ്പോൾ മൊത്തം സിനിമാക്കാരെ അടച്ചാക്ഷേപിച്ച് ഇവർ പലരും പേര് പറയാതിരിക്കുമ്പോൾ ഇന്നയാളാണോ പൊതുജനം അത് ചെകഞ്ഞ് നോക്കുകയാണ്. ഇന്നയാളാണോ. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു, ഈ സോണിയ മൽഹാർ തന്നെ പറയുന്നുണ്ടായിരുന്നു, എന്താ ലൈംഗിക ആഭാസമാണ് നടക്കുന്നത്. ഉടനെ കുറെ കമന്റ് വന്നു, ഇത് ഫഹദ് ഫാസിലിനെയാണ് പറഞ്ഞത്, ആഭാസം എന്ന വാക്ക് വന്നു. ആ സിനിമയിൽ അഭിനയിച്ചത് ഫഹദ് ഫാസിലാണ്, അതുകൊണ്ട് ഫഹദ് ഫാസിലിനെ ഉദ്ദേശിച്ചായിരിക്കും. ഇങ്ങനെയാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. എനിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യം, സത്യം എന്താണെന്ന് മനസ്സിലായതിനു ശേഷം ആരോപിക്കുക, ക്രൂശിക്കുക. ഇനി തെറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ നല്ല ശിക്ഷയും കൊടുക്കുക. അതല്ലാണ്ട് കുറേ സ്ക്രിപ്റ്റ് തയ്യാറാക്കി കൊണ്ടുവന്ന് സംസാരിക്കുന്നവരുടെ വാക്കുകളിൽ വീണ് പോകരുത്. പലതും സ്ക്രിപ്റ്റഡ് ആണ്. പലരുടെയും സംസാരം കേൾക്കുമ്പോൾ അറിയാൻ പറ്റും പലതും സ്ക്രിപ്റ്റഡ് ആണ്. ഞാൻ എല്ലാം എന്ന് പറയുന്നില്ല, പലതും ഓരോ ഏരിയയിലും ഓരോ രീതിക്ക് സംസാരിക്കുന്നു, പഠിച്ചു വെച്ച് പറയുന്ന പോലെ പറയുന്നു. അതിന് വാല് പിടിച്ച് പൊക്കിക്കൊണ്ടുവരാൻ കുറേ ആൾക്കാർ. ഇന്ന് രാവിലെ MLA മുകേഷിനെതിരെ ഒരു ആരോപണം വന്നു. ആരോപണം ഉന്നയിച്ച വ്യക്തിയുടെ കൂട്ടുകാരിയുടെ അമ്മയോട് മോശമായിട്ട് പെരുമാറി. അതായത് ഈ ആരോപണം ഉന്നയിച്ച പെൺകുട്ടിയുടെ കൂട്ടുകാരിയുടെ അഡ്രസ്സ് തപ്പിപ്പോയിട്ട് അവിടെ ചെന്ന് അവരുടെ അമ്മയോട് മിസ്ബിഹേവ് ചെയ്തു. ഇതാണ് ഇന്ന് മുകേഷിനെതിരെ വന്ന ആരോപണം. പക്ഷേ ആ കൂട്ടുകാരുടെ പേര് പറയാൻ പറ്റത്തില്ല, അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പറ്റില്ല. സമ്മതിച്ചു, മുകേഷ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്, ശിക്ഷിക്കപ്പെടണം. പക്ഷേ അതിൻ്റെ ആങ്കർ ഡോക്ടർ അരുൺകുമാർ ഇവരോട് ചോദ്യം ചോദിച്ചിട്ട് അരുൺ തന്നെയാണ് ഹിന്റ് ഇട്ട് കൊടുക്കുന്നത് പറയാൻ വേണ്ടി, മറുപടികൾ പറയാൻ വേണ്ടി. അത് അങ്ങനെയല്ലേ, അതിങ്ങനെ ആവാൻ സാധ്യതയില്ലേ, അതങ്ങനെയല്ലേ ഈ രീതിയിൽ. അപ്പൊ ശരിക്കും മാധ്യമങ്ങൾ ഇതിന് ആഘോഷമാക്കി മാറ്റുകയാണ്. സിനിമാക്കാരെ മൊത്തത്തെ അങ്ങ് അടച്ചാക്ഷേപിച്ച് ആ ലെവലിൽ എന്ന് കരുതി ഞാൻ ഇപ്പോഴും പറയുന്നു, മുകേഷ് എന്ന് പറയുന്ന നടൻ തെറ്റുകാരനല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, തെറ്റുകാരനായിരിക്കാം. പക്ഷേ ഈ ഓരോരുത്തരും വന്ന് പറയുന്ന ആരോപണങ്ങൾ വെറുതെ വന്ന് എന്തോ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. വാലുമില്ല തുമ്പുമില്ല. ഈ പറയുന്ന ഇവരുടെ കൂട്ടുകാരി ഇവരോട് പറഞ്ഞ കഥയാണത്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെ വന്ന് മോശമായിട്ട് പെരുമാറി,
അമ്മ അടിച്ചോടിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ അടിച്ചോടിച്ചതിന് എന്തെങ്കിലും എവിഡന്റ് ഉണ്ടോ? ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ? ഒരാൾ നമ്മുടെ വീട്ടിൽ കയറിയിട്ട് ആ മോശമായിട്ട് പെരുമാറിയാൽ വെറുതെ അടിച്ചോടിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞോ? ഒരു കംപ്ലൈന്റ്, ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അതൊന്നും പറയുന്നില്ല, അതൊന്നും ഇല്ല. അപ്പോൾ ആർക്ക് നേരെയും എന്തും പറയാം എന്ന രീതിയിലാണ് ഇപ്പോൾ മലയാളം സിനിമാ ഫീൽഡിൽ നടക്കുന്നത്. നാളെ ഏതെങ്കിലും ഒരു പെണ്ണ് വന്നിട്ട് ഇന്ന പോലെ ഇന്ന ആൾ എന്നോട് പെരുമാറി എന്ന് പറഞ്ഞാൽ എന്റെ ഭാഗം കേൾക്കാനോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് സത്യമാണോ എന്ന് ചിന്തിക്കാൻ പോലും നിങ്ങൾ തയ്യാറാവില്ല. ശരിയല്ലേ? ഞാൻ പറയുന്നത് സത്യമാണോ എന്ന് ചിന്തിക്കാൻ പോലും നിങ്ങൾ തയ്യാറാവില്ല. അല്ലെങ്കിൽ അവൻ പറയുന്നത് വാസ്തവമുണ്ടോ എന്ന് പോലും നിങ്ങൾ ചിന്തിക്കില്ല. ആ ലെവലിലാണ് ഇപ്പോ നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിവേ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ കമന്റുകൾ താഴെ രേഖപ്പെടുത്തുക. ഇനി എനിക്കിതാരും കാശ് തന്നിട്ട് ഞാൻ ചെയ്യുന്നതല്ല. ഈ പറയുന്ന ആൾക്കാരെ വെളുപ്പിച്ചിട്ട് എനിക്ക് ഒരു മണ്ണാങ്കട്ടയും കിട്ടാനില്ല, ഒന്നും കിട്ടാനില്ല. പക്ഷെ കേട്ട കാര്യം, കണ്ട കാര്യം, എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു. വേണമെന്നുള്ളവർക്ക് എടുക്കാം, വേണ്ടാത്തവർക്ക് തള്ളിക്കളയാം. അത്രേ ഉള്ളൂ. താങ്ക് യു.